2024 ഓഗസ്റ്റ് 22 ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവം നടന്നതിൻ്റെ വിധി വന്ന ദിവസമാണ്. ഈ ദിവസമാണ് രാജസ്ഥാൻ ഹൈക്കോടതി ആ കേസിൻ്റെ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ പതിവ് പോലെ തന്നെ മലയാളത്തിലെ ഒരു പത്രമോ ഒരു ചാനലോ ഈ വാർത്തയെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. അവർ ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. ഏതാനും ഇംഗ്ലീഷ് പത്രത്തിലും സി ന്യൂസ് എന്ന ഒരു ഹിന്ദി ചാനലിലും മാത്രമാണ് ഈ വാർത്ത വന്നത്. എന്നാൽ ഇതിൽ 250 ഇരകളുണ്ടെന്നുള്ള യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കുക. ആ 250 ഇരകളും ഹിന്ദു പെൺകുട്ടികളാണ്. 15 വയസ്സിനും 20 വയസ്സിനും താഴെയുള്ള പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലും കോളേജിലുമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയാണ് ഈ പീഡനത്തിന് വിധേയമാക്കിയത്. ഈ പീഡനത്തിന് വിധേയമാക്കിയ പ്രതികൾ മുഴുവനും കോൺഗ്രസ്സുകാരും മുസ്ലിമുകളുമാണ് എന്നതുകൊണ്ടാണ് മലയാളത്തിലെ ചാനലുകളും മലയാളത്തിലെ പത്രങ്ങളും ഒരക്ഷരം പോലും ഇതിനെക്കുറിച്ച് ഉരിയാടാതിരുന്നതെന്ന യാഥാർത്ഥ്യമെങ്കിലും ഇനിയെങ്കിലും മലയാളികൾ മനസ്സിലാക്കുക. മലയാളികളെ പോലെ പൊട്ടന്മാരായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തനി പൊട്ടന്മാർ തന്നെയാണ് കേരളത്തിൽ ജീവിക്കുന്നതെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇതിലെ ഇരകൾ എപ്പോഴും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണെങ്കിൽ അതിന് എതിർ വരുന്നത് മുസ്ലിം ആണെങ്കിൽ പിന്നെ ആ വാർത്ത നിങ്ങൾ കാണുകയില്ല. കാരണം കോൺഗ്രസിനും മുസ്ലിമിനും എതിരായി വരുന്ന ഒരു വാർത്തയും പ്രക്ഷേപണം ചെയ്യുന്നത് ഇവിടത്തെ ചാനലുകാർക്കും പത്രക്കാർക്കും ഒരു മാസം നിങ്ങൾ പത്രങ്ങൾക്കും ചാനലുകൾക്കും വേണ്ടി അടക്കുന്ന വരിസംഖ്യ എത്രമാത്രം വലുതാണെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ ചാനലുകൾക്കും പത്രങ്ങൾക്കും പൈസ കൊടുക്കുന്നു. നിങ്ങൾക്ക് എതിരായുള്ള വാർത്ത വായിക്കും. അത്ര വിഡ്ഢികളായി പോയി നിങ്ങൾ. രാജസ്ഥാനിലെ അജ്മീറിൽ +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് കോൺഗ്രസ് പാർട്ടിയിൽ ചേരണമെന്ന് തോന്നി. അവളുടെ ആഗ്രഹം പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞ് അവളെ ചതിച്ച കോൺഗ്രസുകാരായ മുസ്ലിമുകളായ നേതാക്കന്മാരാണ് ഇതിന്റെ പിന്നിലുള്ളത്. അജ്മീർ ദർഗയിലെ അറിയപ്പെടുന്ന നേതാക്കന്മാർ കൂടിയാണിത്. അജ്മീർ ദർഗയിലെ നേതാക്കന്മാരെ തൊടുവാൻ കോൺഗ്രസിന് പോയിട്ട് എല്ലാവർക്കും പേടിയാണ്, അക്കാലത്തും ഇക്കാലത്തും. അതുകൊണ്ടാണല്ലോ 32 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു വിധി വരുന്നത്. അതായത് ഇരക്ക് നീതി കിട്ടരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു. കോടതി പോലും അപ്രകാരം ആഗ്രഹിച്ചോ എന്ന് നമ്മൾക്ക് തോന്നിപ്പോകുന്ന ഒരു വിധി. 32 കൊല്ലങ്ങൾക്ക് ശേഷം വിധി വരിക എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യൻ ഭരണഘടനയെ പോലും അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇത്രയും നീതി നിഷേധകമായ സംഭവങ്ങൾ ഇപ്പോഴും ഭാരതത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ ലജ്ജ തോന്നിപ്പോകുകയാണ്. 32 കൊല്ലം കഴിഞ്ഞപ്പോൾ പ്രതിക്ക് ശിക്ഷ കിട്ടിയിട്ട് ആർക്കാണ് ഇതുകൊണ്ട് ഉപകാരം? രാജസ്ഥാനിലെ അജ്മീർ എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഭവാനി സ്കൂളിലെ +2 വിദ്യാർത്ഥിക്ക് കോൺഗ്രസിൽ ചേരണമെന്ന മോഹം യാഥാർത്ഥ്യമാക്കുവാൻ സഹായിക്കാമെന്ന വ്യാജേന ഇതിലെ പ്രധാന പ്രതിയായ ഫറൂഖി ചിഷ്ദിയും അൻവർ ചിഷ്ദിയും കൂടി ആ കുട്ടിയെ പ്രലോഭിപ്പിച്ച് നഗ്ന ചിത്രങ്ങൾ പകർത്തി തന്റെ വാനിൽ വരെ പല പ്രാവശ്യം ലിഫ്റ്റുകൾ നൽകി ആ കുട്ടിയെ മോശമായ രീതിയിൽ ഇവർ ഉപയോഗിച്ചു. ഈ കുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തി ആ പെൺകുട്ടിയെ പല പ്രാവശ്യം ഇവർ പീഡനത്തിന് വിധേയമാക്കി. ഇവർ മാത്രമല്ല, ഇവരുടെ കൂട്ടാളികളായ മറ്റ് 6 പേർ കൂടി പീഡനത്തിനു ഇവരെ വിധേയമാക്കിയിരുന്നു. ഭവാനി സ്കൂളിലെ കുട്ടികളെ മാത്രമല്ല, അടുത്തുള്ള സ്കൂളിലെ പെൺകുട്ടികളെ വരെ ഇവർ ഇതുപോലെ തന്നെ നഗ്ന ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി പീഡനത്തിന് വിധേയമാക്കി. 250 കുട്ടികളെയാണ് ഇവർ ഇപ്രകാരം പീഡിപ്പിച്ചത്. ഈ ഫോട്ടോകളെല്ലാം കഴുകുവാൻ കൊണ്ടുചെന്നത് തൊട്ടടുത്തുള്ള ഒരു സ്റ്റുഡിയോയിലാണ്. കഴുകി വാഷ് ചെയ്ത് ഫോട്ടോ എടുത്തപ്പോൾ ആ സ്റ്റുഡിയോ നടത്തിയിരുന്ന അയാൾക്ക് തോന്നി ഇത് തങ്ങളുടെ കുട്ടികളെ ഈ ദുഷ്ടന്മാർ ചൂഷണം ചെയ്യുകയാണെന്ന് മനസ്സിലാക്കുകയും അജ്മീറിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക ദിനപത്രമായ ദൈനിക് നവജ്യോതിയിലെ ദീനബന്ധു ചൗധരിയെയും സന്തോഷ് ഗുപ്തയെയും അറിയിക്കുകയും അവരാണ് ഈ വാർത്ത ആദ്യമായി പുറം ലോകത്തെ അറിയിക്കുന്നത്. പിന്നീട് അയാൾ തന്നെ, ആ സ്റ്റുഡിയോവിൻ്റെ ഉടമസ്ഥൻ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കളെ അറിയിക്കുകയും അവർ ഇതിനെതിരെ പ്രക്ഷോഭം തുടങ്ങുകയും അങ്ങനെയാണ് സംഭവത്തിന് അടിസ്ഥാനമായ വിവരങ്ങൾ പുറത്തു വരികയും കേസെടുക്കുകയും ചെയ്തത്. എന്നാൽ ഈ സംഭവം നടന്ന അന്ന് തുടങ്ങി തന്നെ കോൺഗ്രസ്സുകാർ പ്രതികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും കേസ് തേച്ചു മാറ്റി കളയുന്നതിന് ഈ 32 കൊല്ലക്കാലവും പ്രവർത്തിച്ചു എന്ന് കേൾക്കുമ്പോൾ
കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത വോട്ടെല്ലാം പാഴായി പോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇവരുടെ ഫാം ഹൗസിൽ കൊണ്ടുപോയാണ് ഈ പെൺകുട്ടികളെയെല്ലാം ഇവർ ഇപ്രകാരം പീഡിപ്പിച്ചു കൊണ്ടിരുന്നത്. ഇപ്രകാരം പീഡിപ്പിച്ചത് 250 പെൺകുട്ടികളെയാണ്, ഒന്നും രണ്ടുമെന്നുമല്ല. അവരെല്ലാവരും ഹിന്ദുക്കൾ. അതായത് 5 നേരം നിസ്കരിക്കുന്ന ഈ പരമദുഷ്ടന്മാർ ചെയ്യുന്ന കൊടും ക്രൂരതയ്ക്ക് ഒരതിരുമില്ല. മദ്രസ വിദ്യാഭ്യാസവും ഖുറാനുമെല്ലാം ഇവരുടെ ഏത് തെണ്ടിത്തരത്തിനും മറയാക്കി ഇവർ ഉപയോഗിക്കുന്നു. അജ്മീർ 92 എന്ന സിനിമ ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ്. ഇതിലെ ഇരകളെ സംബന്ധിച്ച കഥകളാണ് ആ സിനിമയുടെ ഇതിവൃത്തം. ആ സിനിമ കേരളത്തിൽ പ്രദർശനത്തിന് വന്നിട്ടുള്ളതായി ആരും അറിഞ്ഞിട്ട് പോലുമില്ല. അത്തരത്തിലുള്ള സിനിമകളൊന്നും കേരളത്തിൽ ഓടുകയില്ല. കേരള സ്റ്റോറി വന്നപ്പോഴും അതിനെ എതിർത്തത് മുസ്ലിമുകൾക്ക് എതിരായതുകൊണ്ടാണ്. മുസ്ലിമുകൾ പ്രതികളായി വരുന്ന ഒരു കഥാപാത്രങ്ങളുള്ള ഒരു സിനിമ പോലും ഇവിടെ പ്രദർശിപ്പിക്കുവാൻ പാടില്ല. മമ്മൂട്ടിയെ പോലുള്ളവർ മുസ്ലിമുകളെ വെളുപ്പിക്കുവാൻ നടക്കുന്ന സൂപ്പർ സ്റ്റാറുകളായതുകൊണ്ട് അത്തരത്തിലുള്ള സിനിമകളൊന്നും കേരളത്തിൽ ഓടുകയില്ല. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പോലും മമ്മൂട്ടിയെ പോലുള്ളവരെ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് അറിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം യുവജനങ്ങളുടെ ഹരമാണ് സിനിമ. അതിൽ നിന്നാണ് യുവജനങ്ങൾ കണ്ടുപഠിക്കുന്നത്. പെണ്ണുങ്ങൾക്കും മയക്കുമരുന്നിനും അടിമയായ കുറേ സൂപ്പർ സ്റ്റാറുകളാണ് ഇന്ന് മലയാളത്തിൽ അവശേഷിക്കുന്നത്. മമ്മൂട്ടിയെ പോലുള്ള സൂപ്പർ സ്റ്റാറുകൾ ആർക്ക് വേണ്ടി നിലനിൽക്കുന്നു? അതായത് തീവ്രവാദികൾക്ക് വേണ്ടി നിലനിൽക്കുന്ന സൂപ്പർ സ്റ്റാറുകളാണ് ഇന്ന് സിനിമയിലുള്ളത്. അതുകൊണ്ടാണ് ഇവരാരും വാതുറക്കാതിരിക്കുന്നത്. അവർക്ക് വാതുറക്കണമെങ്കിൽ ഹിന്ദുക്കൾക്കെതിരായ സംഭവങ്ങൾ വന്നാൽ ഉടനെ വാതുറക്കും. മതേതരത്വം ഉടനെ പുറത്തോട്ട് വരികയും ചെയ്യും. 32 വർഷങ്ങൾക്ക് ശേഷം ഒരു കേസിലെ വിധി വരുമ്പോൾ ഇതിലെ ഇരയായവർ ഇന്ന് മുത്തശ്ശിമാരാണ്. അവർ ആ സംഭവം കേൾക്കുമ്പോൾ തന്നെ വീണ്ടും ഭയപ്പെടുകയാണ്. അവരന്ന് അനുഭവിച്ച പീഡനത്തിൻ്റെ കഥ. ഇനി ഇതിലെ പ്രതികൾ ഇപ്പോൾ 60 വയസ്സിന് മേലെയുള്ളവരാണ്. അവർക്ക് ഗവൺമെൻറ് ചിലവിൽ 10 വർഷം ഇനി ജയിലിൽ കഴിഞ്ഞുകൂടാം, സുഭിക്ഷമായി കഴിയാം. അതായത് ഇവരിലെ പ്രതികളെല്ലാം നല്ല ഗുണ്ടകളാണ്, അറിയപ്പെടുന്ന ഗുണ്ടകൾ തന്നെയാണ്. ആ ഗുണ്ടകളെ തീറ്റിപ്പോറ്റുവാൻ കുറെ ജയിലുമുണ്ടായ ഈ വർഗത്തിൽപ്പെട്ടവർ തന്നെയാണ് 90% ജയിലുകളിൽ കിടക്കുന്നത്. അവരുടെ ഭാര്യമാരുമായുള്ള സംഗമത്തിന് ഒരു അവകാശം കൂടി വേണമെന്നാണ് ഹാരിസ് ബീരാൻ എന്ന പാർലമെന്റ് അംഗം പാർലമെന്റിൽ അവകാശപ്പെട്ടത്. അതായത് പ്രതികളായി വരുന്നത് തങ്ങളുടെ സമുദായത്തിലുള്ളവരായതുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ മുഴുവൻ നിർവർത്തിച്ചു കൊടുക്കേണ്ടത് ഈ MP-മാരുടെ ചുമതല കൂടിയാണ്. അത്രയും അതപ്പതിച്ച പാർലമെന്റ് അംഗങ്ങളെയാണ് നമ്മൾ പാർലമെന്റിലേക്ക് അയക്കുന്നത്. ബോധവും ബുദ്ധിയും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, സ്വന്തം സമുദായത്തിന് വേണ്ടി എന്ത് നാണം കെട്ട ആവശ്യവും പാർലമെന്റിൽ ഉന്നയിക്കുന്നതിന് ഒരു നാണവും ഉളുപ്പുമില്ലാത്ത കുറേ നേതാക്കന്മാരെ പാർലമെന്റിലേക്ക് അയക്കുന്നു.